ശ്രീ EC പൗലോസിന്റെ മുൻപാകെ ഒരു തടസ്സവുമില്ലാതെ വരാൻ കഴിഞ്ഞത്? മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഈ പറയുന്ന ഏറ്റവും കുഴപ്പം പിടിച്ച ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ മൊബൈലടക്കം സമർപ്പിച്ചിരിക്കുകയാണ് കോടതി മുൻപാകെ. അപ്പൊ എന്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യം വേണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും ശ്രീ വിനയൻ പറഞ്ഞോളൂ. അല്ല, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് രഞ്ജിത്ത്, ഞാൻ പറഞ്ഞല്ലോ, രഞ്ജിത്തിന് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് ഇപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഇഷ്യൂ ആണ്, രഞ്ജിത്തിനെ കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അല്ലാത്തൊരു ആർട്ടിസ്റ്റ് എനിക്ക് തന്നെ അറിയാം. ഞാൻ വിളിച്ചു പറഞ്ഞ പലരുടെയും പരാതി വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിലക്കിയതിൻ്റെ കാര്യം ഞാൻ ഒരു 4 കത്തെങ്കിലും അന്നത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജയസൂര്യ എന്ന് പറഞ്ഞ പയ്യൻ, അയാൾക്കൊരു പ്രോജക്റ്റുമായിട്ട് വരികയാണ്, ഊമപ്പെണ്ണിൻ്റെ സെക്കൻഡ് പാർട്ട്. അത് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോളൂ, എന്നെ വിലക്കിയിരിക്കുകയാണ്, തന്നെ കുഴപ്പത്തിലാക്കും, താൻ ഇന്നസെന്റിനെ വിളിച്ച് ചോദിക്കാൻ പറയുന്നു. എൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് അത് അഭിനയിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിച്ചോണമെന്ന് പറയുന്നു. ഞാൻ ഈ കാര്യം അന്നത്തെ ഫിലിം ചേംബറിനും പ്രൊഡ്യൂസേഴ്സിനും കത്ത് കൊടുക്കുന്നു. 8 വർഷമായിട്ട് ഞാൻ ഈ ഫൈറ്റ് കണക്ക്, എന്നിട്ട് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയത്. അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് കൊടുത്താൽ ഈ നടന്മാരുടെ കാര്യമൊക്കെ റെഡിയാക്കാന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ചെറിയ നടന്മാരുടെ കാര്യം ശരിയാക്കാം. പറയുന്ന സൂപ്പർ സ്റ്റാർ ആലങ്കാരികമായ ഏറ്റെടുക്കലുകളാണോ, അതിനപ്പുറം കടക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഇപ്പൊ പറയണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച നടി മഞ്ജു, ഇവരാരും പരാതി കൊണ്ടുവരാതിരുന്നത് കൊണ്ട് പ്രവർത്തിച്ചില്ല എന്ന് പറയുമ്പോൾ ശ്രീ വിനയന്റെ പരാതി ഉണ്ടല്ലോ. അല്ലല്ല, അവിടെ തന്നെയാണ് വിനയൻ ചേട്ടൻ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞങ്ങളിരിക്കുന്ന കാലഘട്ടത്തിൽ, ഞാനത് ഒഴിഞ്ഞു മാറാൻ പറയാം, ഞങ്ങളിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ പരാതിക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും അത്, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഇങ്ങനെ ഒരു പരാതി അതെനിക്കറിയാം. ആ പറയുന്ന അതുകൊണ്ടാണ് അദ്ദേഹം പൂർത്തിയാക്കട്ടെ. എന്നിട്ട് അല്ല, അദ്ദേഹം പറഞ്ഞത് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയതുകൊണ്ടാണ് പിന്നീട് പരാതി തരാതിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ ആ സമയത്ത് വേണു കോമ്പറ്റീഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തു, അതിന്റെ വിധി വരും ഇപ്പോൾ. അതെ, അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞത്, ഇപ്പോ ഏത് വലിയ ആളാണെന്ന് പറഞ്ഞാലും ഏത് ആളെ കുറിച്ചാണെന്ന് പറഞ്ഞാലും ഇന്ന് അത് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാം, നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും ഒരു വിലയുണ്ടായ ഒരു സമയമാണിത്. ഇതിനകത്ത് ശക്തമായി ഏത് കാര്യത്തിലും നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും വിലയുണ്ടായത് എങ്ങനെയാണ്? ലിബർട്ടി ബഷീർ മാത്രമല്ല, ഇന്ന് ഇപ്പൊ പറയുന്നത് അതും ഈ പറയുന്ന പ്രമുഖ നായകനെ ഒരിക്കലുമല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ അതൊക്കെ മാധ്യമങ്ങളിൽ കൂടെ വന്നാണ്. ശ്രീ നന്ദിയാട്ട് ഒരു എതിർ സംഘടനയും അനുവദിക്കില്ല അഭിനേതാക്കളുടെ. അത് പോട്ടെ, ഇനിയും സംഘടനാ ബാഹുല്യമുള്ളൊരു മേഖലയാണല്ലോ ഈ സിനിമാ വ്യവസായം. അതിൽ ഈ പറയുന്ന എക്സിബിറ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു സംഘടനയുണ്ട്, ശരിയല്ലേ? ലിബർട്ടി ബഷീർ അടക്കമുള്ള അദ്ദേഹത്തെ അടക്കം ഇപ്പോൾ പുറത്താക്കിക്കൊണ്ട് ഒരു സംഘടന രൂപപ്പെട്ടു ഇതിനകത്ത് തന്നെ. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ആളും പിന്നെ 10-40 പേരും മാത്രമുള്ളൊരു സംവിധാനമാണ് ഈ സംഘടന എന്ന പേരിൽ കേരളത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ നന്ദിയാട്ട എന്നു മാത്രമല്ല, അതിൻ്റെ തലപ്പത്താരാണ്. അപ്പോൾ ഒരു നിമിഷം വേണ്ടാത്ത ആളുകളെ മുഴുവൻ പുറത്താക്കും, എന്നിട്ട് അവരവർ തന്നെ എല്ലാ റോളും ഏറ്റെടുക്കുകയാണ്. എല്ലാ റോളും അങ്ങനെ 1-2 പേർ ഏറ്റെടുക്കുന്ന സംവിധാനമായി ഇത് നിൽക്കുകയല്ലേ? ഒരു സമയത്ത് ഒരാൾ അമ്മ എന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയിലേക്കും, അതേ ആൾ തന്നെ മറ്റൊരവസരത്തിൽ എക്സിബിറ്റേഴ്സുമായി ബന്ധപ്പെട്ട പുതിയൊരു സംഘടന ഉണ്ടാക്കി അതിന്റെ നായകനാകും. ഇതെവിടേക്കാണ് പോകുന്നത് ശ്രീ നന്ദിയാട്ട്? എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഈ സംഘടനകളുടെയൊക്കെ ഒരു സുതാര്യത? വേണു, ഒരു മാസം നടന്ന സിനിമാ സമരത്തിൽ തിയേറ്റർ മുതലാളിമാരുടെ സംഘടന മറ്റൊരു സംഘടനയ്ക്ക് രൂപം നൽകാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി അതിൻ്റെ നേതൃത്വത്തിൽ വരണമെന്ന് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചേംബറും ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും ഈ പറഞ്ഞ നടന് തിയേറ്റർ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് തന്നെയാണ്. കാരണം ഇങ്ങനൊരു സംഘടന ആ സമയത്ത് അത് അനിവാര്യമായിരുന്നു. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറഞ്ഞതുപോലെ ആ സമയത്ത് ഈ നടൻ ഞങ്ങൾക്ക് അനിവാര്യമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആക്കിയതിൽ ഇപ്പോഴും ഞങ്ങൾ കുറ്റം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സിനിമാ മേഖലയിലെ ഈ ലിബർട്ടി ബഷീറിനെ ഫെഡറേഷനെ അപ്രമാദത്തെ അവസാനിപ്പിച്ചിരിക്കുന്നു. ആ ഏകാധിപത്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ മലയാള സിനിമ സുഗമമായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയാണ് ഒരു അടച്ചു കെട്ടുറപ്പുള്ള സംവിധാനമായി ഈ സിനിമ നിൽക്കുന്നത്. അതിന് അതിൻ്റെതായ നിയമങ്ങളാണ്, അതിന് അതിൻ്റെതായ നായകന്മാരുണ്ട്, അതിന് അതിൻ്റെതായ ശിക്ഷാ നടപടികളുണ്ട്, ഒന്നുകിൽ വിലക്ക് അല്ലെങ്കിൽ പുറത്താക്കൽ. അപ്പോൾ ഇവർ തന്നെ
ഇതെല്ലാം കൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമാന്തര സംവിധാനമായി ഇത് തുടർന്നും നിലനിൽക്കണോ ശ്രീ വിനയൻ? ഇവിടെ സർക്കാർ എന്ന ഒരു എളിയ സംവിധാനം കൂടിയുണ്ട്. ഇങ്ങനെ ലിബർട്ടി ബഷീർ ഏകാധിപതിയായി പ്രവർത്തിച്ചാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം കേരള സമൂഹത്തിലുണ്ട്. അതിനൊരാളെ നിർബന്ധിച്ചു കൊണ്ടുവന്ന ഒരു പ്രത്യേക ചുമതല കൊടുത്ത് ഈ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കുന്ന ഒരു ഭാവത്തിലേക്ക് അദ്ദേഹത്തെ അണിയിച്ചൊരുക്കിയിറക്കേണ്ട ആവശ്യമുണ്ടോ ശ്രീ വിനയൻ? അപ്പൊ ഇതൊരു കൂട്ടുകച്ചവടമാണ്. അവനവന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് പോകരുത്. അതിലെ ഒരു ലാഭനഷ്ട സമവാക്യങ്ങളും എല്ലാം അവനവന് വേണം. ഇതല്ലേ ഇതിനെ നയിക്കുന്ന സിദ്ധാന്തം? വേണു, മലയാള സിനിമയിൽ ഈ സൂപ്പർ താരങ്ങളുടെ, അതായത് ഈ പെൺതാരങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആണുങ്ങളുടെ ഒരു മേധാവിത്വം ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ എന്നെയും തിലകൻ ചേട്ടനെയും വിലക്കിയ കാര്യമായിക്കോട്ടെ, അതിനു മുമ്പ് നമ്മുടെ നടൻ സുകുമാരേട്ടനെ തൊട്ട് നമുക്ക് എടുത്താൽ ഏത് കാലഘട്ടത്തിലെടുത്തോളൂ ഈ സൂപ്പർ താരങ്ങൾക്ക് അവർക്കെതിരെ എതിർവായില്ല എന്നുള്ള അവസ്ഥയാണ്. ഞാൻ വളരെ രോഷാകുലനായിട്ട് ഈ താരങ്ങളുടെ റൂമിന് കാവൽ നിൽക്കുന്നവരാണ് ഇവിടുത്തെ പല സംവിധായകരും എന്നൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ്. കാരണം ഒരു കാര്യവും ഇവർക്കെതിരെ നീങ്ങിയാൽ ഇവിടെ നടക്കില്ല, സംഭവിക്കില്ല. ഇപ്പം തന്നെ എൻ്റെ ബഹുമാനായ രഞ്ജിത്തിൻ്റെ അടുത്ത് ഈ സമരം വിജയിക്കാൻ ഞാനും കൂടെ നിന്നാണ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കൂടെ നിന്ന ആളാണ്. പക്ഷേ ഇതിൻ്റെ നേതാവായിട്ട് ദിലീപ് വന്നപ്പോൾ ഞാൻ രഞ്ജിത്തിനോട് ചോദിക്കും, ഞാൻ വിളിച്ച് പറഞ്ഞു, ദിലീപ് ഇത് പത്മാസുരന് വരം കൊടുത്ത പോലെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഇതും കൂടി താരങ്ങളുടെ കയ്യിലോട്ട് ചെന്നാൽ ഇതും കൂടി ഇതൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഫെഫ്ക എന്ന് പറയുന്ന ഇവരുടെ സ്പോൺസേഡ് സംഘടനയാണ്, ഡെമ്മിയാണ് അമ്മയുടെ. അപ്പോൾ നിർമ്മാതാക്കൾ പാവത്തങ്ങളൊരു പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരു ഡേറ്റ് കിട്ടാനായിട്ട് ഞാൻ പറയുന്നതിനൊക്കെ നിന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടന ഒരു വഴിയേ പോകും, നിർമ്മാതാവ് ഒരു വഴിയേ പോകും. അപ്പോൾ ഈ തിയേറ്റർ സമരം അതിഗംഭീരമായിട്ട് വിജയിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ അതിൻ്റെ നേതൃത്വം ഈ പറയുന്ന പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാം, അതിലൊക്കെ എത്രയോ വലിയ പേഴ്സണാലിറ്റി ഉള്ളവർ മലയാള സിനിമാ രംഗത്ത്, ആ തിയേറ്റർ രംഗത്തുണ്ട്. അല്ലെങ്കിൽ ഇത് ഈ സിയാദ് ഖോക്കറിനെ പോലെയുള്ള പേഴ്സണാലിറ്റി തിയേറ്റർ ഓണറായിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പ്രസിഡൻ്റായിട്ടും ചേംബറിൻ്റെ പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്ന ആളുണ്ടല്ലോ. അപ്പം അതൊന്നുമല്ല സംഭവം. അവിടെയും സംഭവിച്ചെന്താ, ദിലീപ് അതിൻ്റെ പ്രസിഡന്റ്, വേറൊരു താരത്തിൻ്റെ സ്വന്തമായ ആന്റണി അതിൻ്റെ വൈസ് പ്രസിഡന്റ്. എനിക്ക് അക്കാര്യത്തിൽ ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. ഇക്കാര്യത്തിൽ ആരോടും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതും അവരുടെ കയ്യിലോട്ട് പോകുന്നൊരു സംഭവമാണ് ഉണ്ടായത്. ലിബർട്ടി ബഷീർ കാണിച്ച വൃത്തികേടിന് അദ്ദേഹത്തെ പണിഷ് ചെയ്തു. നമ്മൾ പണിഷ് ചെയ്തിട്ട് തിരിച്ച് നമ്മളുണ്ടാക്കിയ സംഘടന ലിബർട്ടി ബഷീർ കാണിച്ച കണക്ക് തന്നെ സ്വേച്ഛാധിപത്യവും അയാളെ വിലക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനകത്ത് എന്താണ് ജനകീയതയുള്ളത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ജനകീയമായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് പറയുന്നതേ കേൾക്കാവുള്ളൂ, അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ്, ഒരു ലോബി, നമ്മുടെ സജി പറഞ്ഞ കണക്ക് ഒരു ലോബി ഉണ്ടായി കൂടുകയാണ്. ഇത് ശരിയല്ല, ജനാധിപത്യപരമായിരിക്കണം. സംഘടന ആണ് എന്ന് ആണ് ശ്രീ വിനയൻ പറയുന്നത്. എന്നിട്ടാണ് അങ്ങിരുന്ന് പറയുന്നത് നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും എല്ലാം നല്ല അന്തസ്സ് കിട്ടിയിരിക്കുന്ന ഒരു കാലമാണ് ഇത് എന്ന്. ഇപ്പോൾ ഒരു സംഘടന എന്ന് പറയുന്നത് തിയേറ്ററുകളുടെ സംഘടനയുടെ യഥാർത്ഥ രൂപം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇതിൻ്റെ മുകളിലിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സും നിർമ്മാതാക്കളും ഒക്കെ ഇരുന്ന് തന്നെയാണ് ഇതുവരെ ഒരു സംഘടന എന്ന് പറയുന്നത്. താൽക്കാലികമായി ആ സമയത്ത് അവിടെ കൂടിയ തിയേറ്ററുകാർ ഒരു താരത്തിനെ കാണുമ്പോൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ചെയർമാൻ പദവി വെച്ചിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഈ പറയുന്ന ഒരു ശാശ്വതമായ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു രൂപീകരിച്ച് അതിന്റെ കാര്യങ്ങളിലേക്ക് എത്തിയിട്ട് പോലുമില്ല. എത്തിയ സംഘടനകളുടെ അവസ്ഥ ഇനി അതിനേക്കാൾ അല്ലല്ല, അങ്ങനെ ഒരു കാരണവശാലും ഇവിടെ ഏകാധിപത്യം അല്ലല്ല, ഏകാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘടന ഇല്ല എന്നുള്ളത് മാത്രം എനിക്ക് പറയാം. അതെനിക്ക് തീർച്ചയായിട്ടും പറയാം, അവിടെ ഏകാധിപത്യം ഇല്ല. ശരി. അഡ്വക്കേറ്റ് ഇ സി പൗലോസ്, എനിക്ക് ഇടവേളയ്ക്ക് വേണം. അതിന് മുമ്പ് അഡ്വക്കേറ്റ് ഇ സി പൗലോസ്, ഈ പോലീസ് പറഞ്ഞത് 17-ാം തീയതിക്ക് ശേഷം വല വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരിക്കൽ ഈ പൾസർ സുനിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ടവർ ലൊക്കേഷൻ, അങ്ങനെയുള്ള പല അന്വേഷണ രീതികളെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസമല്ലേ ഈ മൂവർ സംഘം താങ്കളെ വന്ന് കണ്ടത്? ഏത് സമയത്താണ് വന്നത്? എങ്ങനെയാണ് ഈ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇവർക്ക് വരാൻ കഴിഞ്ഞത്? അഡ്വക്കേറ്റ് ഇ സി പൗലോസ്. എൻ്റെ വീട്ടിൽ ഏകദേശം വൈകിട്ട് 9 മണിയോട് കൂടിയിട്ടാണ് സുനി വന്നത്. സുനിയുടെ കൂടെ 2 പേരുണ്ടായിരുന്നു. ഞാനന്ന് പകൽ മുഴുവൻ എൻ്റെ ചേട്ടൻ്റെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് അത്ര ഡീപ്പായിട്ട് അറിയില്ലായിരുന്നു. സുനി വന്നു എന്നോട് പറഞ്ഞത്, നെടുമ്പാശ്ശേരി പോലീസ് എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട് സാറ്, 376 ആണ് സെക്ഷൻ ഇട്ടിരിക്കുന്നത്, ആ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ നിരപരാധിത്വം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സാറ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്ത് കാണിക്കണം.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രിയായി, നാളെ നമുക്ക് ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച എന്താണെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന സമയത്ത് സിനി എൻ്റെ കയ്യിലേക്ക് ഒരു ചെറിയ കവർ വന്നിട്ട് പറഞ്ഞു, വാല്യുബിൾ ഡോക്യുമെൻ്റാണ് സാറേ ഒന്ന് വെക്കണമെന്ന് പറഞ്ഞു. സാധാരണ വക്കീൽ ഓഫീസുകളിൽ പല കാര്യങ്ങളുണ്ട്, ആധാരങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്. അതിനകത്ത് എനിക്കൊരു തോന്നിയില്ലാനും ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് കാലത്ത് എൻ്റെ ഓഫീസിൽ ചെന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് അയ്യോ ഇതൊരു മൊബൈലും പാസ്പോർട്ടും ഒരു പേഴ്സുമാണ്. ഞാൻ ഉടനെ ചെയ്തത് ഒരു മെമ്മോ പ്രിപ്പയർ ചെയ്ത് സംഭവത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ 2-3 ഡോക്യുമെൻറ്റുകൾ കൂടി ഞാൻ ആലുവ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി കൊടുത്തു. ഇവിടെ ഞാൻ ചെയ്തത് അതേസമയം തന്നെ ഇന്ന് ഞാൻ എൻ്റെ കേസിനകത്ത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തു. അപ്പം സമൂഹത്തോട് ഉള്ള കടമ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ പോലീസിനോട് അല്ലെങ്കിൽ സ്റ്റേറ്റിനോട്. കാരണം എൻ്റെ കയ്യിലൊരു സാധനം കിട്ടിയാൽ ഇപ്പോൾ അബദ്ധവശാൽ കയ്യിൽ വന്നതാണ്, ഞാനത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തു. പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് വക്കാലത്ത് ഒപ്പിട്ട് തരുമ്പോൾ, ഒരു കക്ഷി ഒപ്പിട്ട് തരുമ്പോൾ, ഒരു കക്ഷിയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ കക്ഷി ഒപ്പിട്ട് തരുമ്പോൾ അവന് വേണ്ട നിയമസഹായങ്ങൾ, ഇപ്പം നിങ്ങൾക്കറിയാം ഇവിടെ ജിഷ വധക്കേസിലും അതുപോലെ തന്നെ മറ്റും അഭിഭാഷകരില്ലാണ്ട് സ്റ്റേറ്റ് കാശ് മുടക്കി പ്രൈവറ്റ് അഭിഭാഷകരെ വെച്ച് കൊടുത്തു. പിന്നീട് മറ്റു അഭിഭാഷകരിലേക്ക് വന്നു. അപ്പോൾ ഒരു അഭിഭാഷകരുടെ ഡ്യൂട്ടി അവരത് ചെയ്തു പോകുന്നു. ഇപ്പോഴും ഈ സുനിൽ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടക്കുന്നുണ്ടോ? യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടായില്ല. 5 മിനിറ്റ് സമയമാണ് വൈകിട്ട് 18-ാം തീയതി വൈകിട്ട് അവരുടെ അടുത്തുണ്ടായിരുന്നുള്ളൂ. അവരപ്പം തന്നെ പോയി. അതിനുശേഷം ഫോൺ മുഖേനയോ ആളുകൾ മുഖേനയോ യാതൊരു ബന്ധവും എനിക്ക് അവരുമായിട്ടില്ല. എന്തുകൊണ്ട് അഡ്വക്കേറ്റ് പൗലോസിലേക്ക് എത്തി പൾസർ സുനി? സുനി 2 മാസങ്ങളായിട്ട് 2 420 കേസുകൾ, ഒന്ന് വടക്കാഞ്ചേരി കോടതിയുടെയും ഒന്ന് കളമശ്ശേരി കോടതിയുടെയും കേസുകൾ അവന് കോഷ് ചെയ്യണം. ഹൈക്കോടതിയിൽ അതിന് സാറ് പെറ്റീഷൻ കൊടുക്കണമെന്നുള്ള പറഞ്ഞിട്ട് ഈ 2 കേസുകൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഒരു 2-3 പ്രാവശ്യം എൻ്റെ ഓഫീസിൽ വന്നു. എൻ്റെ വീടും സുനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് സുനി എൻ്റെ വീട്ടിലേക്ക് നേരിട്ട് വന്നത്. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് സ്വന്തം വീട്ടിലേക്ക് നോക്കണമെന്ന് ദിലീപ് അടക്കം പറയുമ്പോൾ സിനിമാ കണക്കുകളുടെ നിജസ്ഥിതിയും പുറത്തുവിടുമോ ഈ താരങ്ങൾ? ഇടവേളയ്ക്ക് ശേഷം.